ഹലോ ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിവിടെ അത്യാവശ്യം വീട്ടിൽ തന്നെ എഗ് പപ്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് നന്നായി ചൂടായ കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം. വേറൊരു ചെറിയ ബൗളിലേക്ക് കുറച്ച് ബട്ടർ പീസാക്കി ഇട്ട് ഈ ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാം. ബട്ടർ നന്നായി മെൽറ്റാവാൻ വേണ്ടിയിട്ടാണിത്. ഈ മെൽറ്റായ ഈ ബട്ടറിലേക്ക് നമുക്ക് ഒരു 1/4 ഗ്ലാസ് ഓയിലും കൂടി, വെജിറ്റബിൾ ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ബട്ടറും ഓയിലും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബേസനിൽ 1/2 കിലോ മൈദ എടുക്കാം. അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ബട്ടറും ഓയിലും കൂടി അതിൻ്റെ പകുതി എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ പകുതി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായി തിരുമ്മി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിലും പഞ്ചസാരയും ഉപ്പും ഈ ബട്ടറും എല്ലാം കൂടി ശരിക്ക് ഈ മൈദയിൽ ഒന്ന് മിക്സ് ആവട്ടെ. അതുവരെ നമുക്കൊന്ന് പുട്ടിന് പൊടി തിരുമുന്ന പോലെ തിരുമ്മി കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴക്കണ പോലെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിരിക്കണം കേട്ടോ. നന്നായി കുഴച്ച മാവ് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു തവ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തും വെളുത്തുള്ളി ചോപ്പ് ചെയ്തും കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുവിധം നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 2 സവാള, മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കാം. സവാള പെട്ടെന്ന് മൂത്ത് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ നമുക്ക് അല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഇപ്പോൾ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. തക്കാളിയിലെ വെള്ളത്തിൻ്റെ അംശം മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് മല്ലിപ്പൊടിയും കൂടി ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല. ഇപ്പം മസാല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഡൗ എടുത്ത് ഒരു ഗ്ലാസ് പേപ്പറിലിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. മാവ് ഇപ്പം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അത് ഈ ഗ്ലാസ് പേപ്പറിലേക്കിട്ട് നന്നായി ഒന്ന് വലിച്ച് പൊറോട്ടയ്ക്ക് കുഴയ്ക്കുന്ന പോലെ വലിച്ചൊന്ന് കുഴയ്ക്കുക. അതിനുശേഷം ഈ പപ്സിന് വേണ്ട ഡൗ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ, അതായത് ഈ ഗ്ലാസ് പേപ്പറിൽ നന്നായി ഒന്ന് പരത്തിയെടുക്കാം. ഗ്ലാസ് പേപ്പർ ഫുള്ളാവുന്ന അത്രയും വലിപ്പത്തിൽ നമുക്ക് പരത്താം. ഇതിപ്പോൾ നമുക്കൊരു സ്ഥല സൗകര്യം കുറവുകൊണ്ട് ഞാൻ ഗ്ലാസ് പേപ്പറിൽ മാത്രം ഇട്ടാണ് പരത്തുന്നത്.
നന്നായി പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബട്ടറും ഓയിലും കൂടി നന്നായി ഒന്ന് പുരട്ടി അതൊന്ന് മടക്കി എടുക്കാം. ആവുന്നത്ര വലിപ്പത്തിൽ നമുക്കിത് പരത്തിയെടുത്താൽ അത്രയും നല്ലത്. ഇതിലേക്ക് നമുക്ക് ഓയിലും ബട്ടറും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് പുരട്ടിയെടുക്കാം. ഇത് പപ്സിൻ്റെ ഓരോ ലെയറും തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഓയിൽ ഒഴിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. അത് എത്ര തവണ ഒഴിക്കുന്നോ അത്രയും ലെയറുകൾ പപ്സിനുണ്ടാവും. അത് നമുക്ക് ശരിക്കും അറിയുന്നത് മീറ്റ് പപ്സിലൊക്കെ ആയിരിക്കും. എഗ് പപ്സിന് അത്രയും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ മീറ്റ് പപ്സിൽ ശരിക്കും നമുക്ക് ലെയർ അറിയാൻ പറ്റും. നമുക്ക് ഈ ഓയിലൊഴിച്ച് ഈ ബട്ടറും ഓയിലും കൂടി ഒഴിച്ച് പരത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന മാവ് ഒന്ന് മടക്കി 2 മടക്കുക. ആദ്യം മടക്കുക, പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെയും ഓയിലൊഴിക്കുക. അത് മൊത്തം പരട്ടി കഴിഞ്ഞിട്ട് ആ മടക്ക് ഒന്നും കൂടി അടച്ച് മടക്കുക. ഈ മടക്കിയ മാവിൻ്റെ മേലെ നമുക്ക് ഒന്നും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി പരത്തിയിട്ട് ഒന്നും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നന്നായി വീണ്ടും പരത്തിയെടുക്കാം. ഇനി ഇതിനുള്ളിൽ വീണ്ടും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിലർ ഇതിങ്ങനെ ഒഴിച്ച് മാവ് മടക്കി പരത്തിയ മാവ് ശരിക്കും മടക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എടുത്തിട്ട് വീണ്ടും പരത്തും. പരത്തിയതിന് മേലെ പിന്നെയും ഇതേപോലെ ഓയിലൊഴിക്കും. എന്നിട്ട് ഓയിലൊന്നും നിറയെ പരത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ പിന്നെയും മടക്കി പിന്നെയും ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും. പിന്നെ അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെ പരത്തുക. അങ്ങനെ 2-3 പ്രാവശ്യം ഇത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് പരത്തിയെടുക്കും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല. ഞാൻ പരത്തിയ ഉടനെ തന്നെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എന്നാലും നല്ല റിസൾട്ടാണ് നമുക്കിതിന് കിട്ടണേ. ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്കിതിന് മേലെ ഓയിൽ പുരട്ടി ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്കിതൊരു ഈ ഗ്ലാസ് പേപ്പറിൽ വെച്ചിട്ട് അതിന് മേലെ വേറൊരു പേപ്പറും കൂടി കട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ശരിക്കും പരത്തിയെടുക്കാം. ഗ്ലാസ് പേപ്പർ മേലെ വെച്ചിട്ട് നമ്മൾ പരത്തിയ പെട്ടെന്ന് നമുക്കത് പരത്തി കിട്ടും. ഇതും കൂടി കഴിഞ്ഞാൽ നമുക്കിനിത് മുറിച്ച് പീസാക്കണം. പെട്ടെന്ന് നമുക്കിത് പരത്താൻ പറ്റും. ഒരു ഗ്ലാസ് പേപ്പറിൻ്റെ മേലെ ഡവ് വെച്ചിട്ട് അതിന് മേലെ നമ്മൾ ഒരു ഗ്ലാസ് പേപ്പർ ഇട്ടിട്ട് നമ്മളൊന്ന് പരത്തി കൈ കൊണ്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി. പതുക്കെ ഒന്ന് തടവി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ചപ്പാത്തി കോലിട്ടിട്ട് അതുകൊണ്ട് ഒന്ന് തടവി കൊടുത്താൽ മതി. പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും മാവ്. ചപ്പാത്തി കോലിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അത് നമുക്ക് കറക്റ്റ് റെക്റ്റാങ്കിളിലോ സ്ക്വയറിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ചപ്പാത്തിക്കോലിട്ട് വെറുതെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് റെക്റ്റാങ്കിളൊന്നും കിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് പേപ്പർ മുകളിൽ ഇട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് പേപ്പർ, മാവിൻ്റെ മുകളിലിരിക്കുന്ന പ്ലാസ്റ്റിക് പേപ്പർ എടുത്ത് മാറ്റാം. അത് മാറ്റിയിട്ട് ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് ഈ മാവിൻ്റെ നടുവേ ഒന്ന് മുറിച്ച് കൊടുക്കാം. ഈ മുറിച്ച പീസിൻ്റെ ഒരു ഭാഗം നമുക്ക് മടക്കി മാറ്റി വയ്ക്കാം. അത്
നമുക്ക് ഇപ്പം തന്നെ ചെയ്യുക, അല്ലെങ്കിൽ അത് പിന്നീട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് നമുക്ക് ഇതെടുത്ത് പപ്സ് ഉണ്ടാക്കാൻ പറ്റും. എന്നാലും ആ ലെയേഴ്സ് അങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾ ഈ ഇടയ്ക്ക് ഓയിൽ പുരട്ടിയേക്കണത് കൊണ്ട് ഒട്ടിപ്പിടിക്കില്ല മാവ്. പകുതി വേണമെങ്കിൽ മാറ്റി വയ്ക്കാം, അതല്ലെങ്കിൽ ഉടനെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു പീസ് എടുത്തിട്ടുള്ളൂ. നമുക്കിത് മുറിക്കുമ്പോൾ അറിയാൻ പറ്റും, അതിൻ്റെ ലെയറുകൾ ശരിക്കും അറിയാൻ പറ്റും. ശരിക്കും എടുത്ത് കാണിക്കും, ഇതേ കണ്ടോ, ശരിക്കും നമുക്ക് അതിൻ്റെ ലെയറുകൾ അറിയാൻ പറ്റും. ആ ലെയർ അങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പോൾ എത്ര ദിവസം എത്തിയാലും അങ്ങനെ തന്നെ ഇരിക്കും. ഇനി നമുക്കിപ്പോൾ ഈ മാവ് ബാക്കിയുള്ള ഈ ഒരു ഭാഗം ശരിക്കും ഒന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടി നമുക്ക് വേറൊരു ഗ്ലാസ് പേപ്പർ എടുത്ത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തി കഴിഞ്ഞ് അത് നമുക്ക് മുറിച്ചെടുക്കാം. എനിക്ക് 8 പീസാണ് എനിക്ക് കിട്ടിയേക്കണത്. അതിൽ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് മേലെ ഒരു പീസ് മുട്ടയും വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് കോണോട് കോൺ പിടിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വെള്ളം തൊട്ട് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ഇതിപ്പോൾ ഞാനിപ്പോൾ വെള്ളം തൊട്ടിട്ടില്ല, അല്ലാതെ തന്നെ തൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഇതുപോലെ ഞാൻ ചെയ്യണ പോലെ മൂലയും വെച്ച് ഇതിപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ വേവിച്ചെടുക്കണത് ഈ കടായിൽ ഇറക്കി വയ്ക്കാൻ പാകത്തിനുള്ളൊരു ഇഡ്ഡലി തട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓരോന്നായി നമുക്ക് ഇറക്കി വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇതിന് മേലെ അല്പം ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ പാലോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. കാരണം ബ്രൗൺ ഷെയ്ഡ് പപ്സിൻ്റെ മേലെ നമുക്ക് മൊരിഞ്ഞ് ബ്രൗൺ ഷെയ്ഡ് വരണമെങ്കിൽ ഓയിൽ എന്തെങ്കിലും നമുക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇതേ ഒരു 45 മിനിറ്റൊക്കെ ആയപ്പോൾ ഈ അവസ്ഥയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റും കൂടിയും വെച്ചു. ഇപ്പോൾ എഗ് പപ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.